മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരുപോലെയുള്ള മൂന്നിനം സുഗന്ധ വ്യഞ്ജനങ്ങളെ പറ്റിയാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ചട്ടിയിലോ ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ വളർത്തിയെടുക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് വിലയ്ക്ക് വിൽക്കാനും ഒക്കെ കഴിയുന്ന എളുപ്പത്തിൽ വളർത്താവുന്നതും അതുപോലെ തന്നെ പ്രകൃതിക്കും നമുക്കും ഒട്ടനവധി ഗുണപ്രദമായ മരുന്നുകളടങ്ങിയ ഔഷധങ്ങളടങ്ങിയ മൂന്നിനം സുഗന്ധവ്യഞ്ജന വിളകളാണ് ഞാനിന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ പരിചയപ്പെടുന്നത്. ഇത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കരിമഞ്ഞളാണ്. കരിമഞ്ഞൾ ഈ അടുത്ത സമയത്തായിട്ടാണ് കരിമഞ്ഞളിനെ പറ്റി വ്യാപകമായ പ്രചാരം നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കമ്പോളങ്ങളിൽ വലിയ വില കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഇതിൻ്റെ കൃഷിയെ തുടങ്ങിയിട്ടേ ഉള്ളൂ, വിൽപ്പന നടത്തിയിട്ടില്ല. എന്തായാലും ഇതിൻ്റെ തൈകൾക്ക് ആവശ്യക്കാർ വളരെയധികം ഉണ്ട്. അപ്പം ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഹോമകർമ്മങ്ങളിലൊക്കെ ആണ് പ്രധാനപ്പെട്ട വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം മഞ്ഞൾ, അതുപോലെ തന്നെ ഈ മാങ്ങ ഇഞ്ചി, അപ്പം ഈ കരിമഞ്ഞൾ, ഇതൊക്കെ ഏറെക്കുറെ ഒരുപോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഇതിന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇതിൻ്റെ ഇലയുടെ മധ്യഭാഗത്തു കൂടി ഒരു നീല വരയുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കിഴങ്ങ് മഞ്ഞൾ അത് മുറിക്കുന്നുണ്ടെങ്കിൽ കറുപ്പ് നിറമാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ എൻ്റെ കിഴങ്ങ് മുറിച്ച് നോക്കിയിട്ടുണ്ട്, കറുപ്പ് നിറം തന്നെയാണ്. വളരെയധികം വില ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്തായാലും വ്യാപകമായ പ്രചാരണം ഇപ്പോൾ ഇത് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് നേടാൻ സാധിക്കും. ഇതിൻ്റെ കിഴങ്ങാണ് നെടിൽ വസ്തു. നമുക്ക് ഭൂമിയുള്ളവർക്ക് ഭൂമിയിലോ അതല്ലെങ്കിൽ നമുക്ക് ചട്ടിയിലോ ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ടുപിടിപ്പിക്കാം. അത് നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണ നടുന്നതിൻ്റെ കൂട്ടം തന്നെ നട്ടുപിടിപ്പിച്ചാൽ മതി. ഇതിൻ്റെ വളമെന്ന് പറയുമ്പോൾ പച്ചില വളങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഇടുന്നത്. പിന്നെ ചാണകപ്പൊടി, അല്പം എല്ലുപൊടി, പിണ്ണാക്ക് വളങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്തായാലും ഇത് കേരളത്തിലും വിദേശങ്ങളിലും വളരെയധികം പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഇത് മാങ്ങ ഇഞ്ചിയാണ്. മാങ്ങ ഇഞ്ചി നമുക്കറിയാം, ഇഞ്ചിയുടെ ഗുണവും എന്നാൽ മാങ്ങയുടെ ഗന്ധവുമുള്ള ഒരു സുഗന്ധ വ്യഞ്ജന വിളയാണ് ഈ മാങ്ങ ഇഞ്ചി എന്ന് പറയുന്നത്. ഇത് നമുക്ക് അച്ചാറുണ്ടാക്കാൻ, അതുപോലെ തന്നെ ചമ്മന്തി അരച്ച് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മീൻ കറിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇത് ചേർക്കാൻ സാധിക്കും. ഇതിന് ഇപ്പോഴും നല്ല പ്രചാരം സിദ്ധിച്ചു വരികയാണ്. പലരും ആവശ്യക്കാർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വളവും ചെയ്യാതെ തന്നെ നമുക്കിത് കൃഷി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള പ്രതിരോധ മരുന്നുകളോ ഒന്നും തന്നെ ആവശ്യമില്ല. രോഗകീടബാധകളൊന്നും തന്നെ ഇതിന് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടില്ല. വർഷങ്ങളായിട്ട് ഞാനിത് കൃഷി ചെയ്തു വരുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം മാങ്ങ ഇഞ്ചി നമുക്ക് ഗ്രോ ബാഗിലോ ചാക്കിലോ അതുപോലെ തന്നെ ചട്ടിയിലോ ഒക്കെ വളർത്തിയെടുക്കാം. എന്തായാലും ഇതും നമ്മുടെ സുഗന്ധ വ്യഞ്ജന വിളയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ മറ്റുള്ള സുഗന്ധ വ്യഞ്ജന വിളകൾ പോലെ തന്നെ ഇതും പ്രയോജനപ്പെടുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി നമ്മൾ കാണുന്നത് ഇത് നമ്മുടെ സാധാരണ മഞ്ഞളാണ്. വളരെ പഴയ കാലം മുതൽ തന്നെ മഞ്ഞളിൻ്റെ ഗുണത്തെപ്പറ്റിയും കൃഷി രീതിയെപ്പറ്റിയൊക്കെ നമ്മൾ ബോധവാന്മാരായിരുന്നു. നമ്മുടെ പുരയിടങ്ങളിൽ ഇത് വെച്ചുപിടിപ്പിക്കുന്നത് ഒട്ടനവധി ഗുണങ്ങളോടാണ്. പുരയിടങ്ങളുടെ മണ്ണിൻ്റെ വിഷാംശങ്ങളെ നിർവീര്യമാക്കാൻ ഇതിന് പ്രത്യേകമായ കഴിവുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകമായ ഒരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഭക്ഷണങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സുഗന്ധവ്യഞ്ജനമാണ് ഈ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ. പച്ചമഞ്ഞളിന് ചെറിയ മുറിവുകളെ കരിയിപ്പിക്കാൻ, ഉണക്കാനുള്ള അത്ഭുതകരമായ കഴിവുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ ഒട്ടനവധി രോഗങ്ങൾക്ക് നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ചെറു പ്രാണികൾ കടിച്ചുണ്ടാകുന്ന വിഷം, ഈ വിഷത്തെ നിർവീര്യമാക്കാൻ മഞ്ഞളിന് കഴിയും. അതുപോലെ തന്നെ പ്രമേഹം, ഇന്ന് ദൈനംദിനമായി കൂടിക്കൊണ്ടിരിക്കുന്ന ദിനചര്യ രോഗങ്ങളിൽപ്പെടുന്ന ഒരു രോഗമാണ് പ്രമേഹം. ഈ പ്രമേഹത്തിന് പച്ചമഞ്ഞളുടെ നീരും നെല്ലിക്ക നീരും സമമായിട്ട് വെറും വയറ്റിൽ കുടിച്ചാൽ പ്രമേഹം മാറുന്നതായിട്ട് ഒട്ടനവധി പേര് സാക്ഷ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യം കൂട്ടാൻ നമ്മൾ ശുദ്ധമായ മഞ്ഞൾപ്പൊടി ദേഹത്ത് തേച്ച് പിടിപ്പിക്കാം. പച്ചമഞ്ഞൾ അരച്ച് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. തേനും മഞ്ഞളും കുറച്ച് വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ മാലിന്യങ്ങൾ, വിഷാംശങ്ങൾ മൊത്തം
നീക്കം ചെയ്യപ്പെടും എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു സുഗന്ധവ്യഞ്ജന വിളയാണ് ഈ മഞ്ഞൾ. മഞ്ഞൾ നമുക്ക് ചാക്കിലോ ചട്ടിയിലോ അതുപോലെ തന്നെ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് വളർത്താൻ സാധിക്കും. അതുപോലെ മഞ്ഞളിന് ഇഞ്ചിക്കുമൊക്കെ ഈ പൂവുണ്ട്. നമ്മൾ പലരും കാണാത്ത ഒരു സംഗതിയാണ്. കണ്ടോ, ഇത് മഞ്ഞളിൻ്റെ പൂവാണ്. ഇത് നമുക്ക് നടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അത് മറ്റ് മാങ്ങ ഇഞ്ചിയെ പോലെ തന്നെ ഇതിനും നല്ല രോഗപ്രതിരോധ ശേഷിയുള്ളതാണ്. പ്രത്യേകിച്ച് രോഗകീടബാധകളൊന്നും ഉണ്ടാവാറില്ല. നാടൻ മഞ്ഞളിന് ഇന്ന് നല്ല വില കിട്ടുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾ നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ഒരു സുഗന്ധവ്യഞ്ജനമാണ്. മഞ്ഞൾ നമ്മുടെ ഭവനത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവിനെ തന്നെ അത് അതിനകത്തുള്ള വിഷാംശത്തെ നിർവീര്യമാക്കാൻ മഞ്ഞളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഭാഗത്തിന് കഴിയുമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ മഞ്ഞളും അതുപോലെ തന്നെ മാങ്ങ ഇഞ്ചിയും അതുപോലെ തന്നെ കരിമഞ്ഞളും ഒക്കെ ഓരോ മൂടെങ്കിലും നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലോ ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനത്തിൻ്റെ ആ അന്തരീക്ഷ സ്ഥിതി വളരെ നല്ലതാക്കി എടുക്കാനും ഒരു രോഗപ്രതിരോധ ശേഷി, അതായത് ബാക്ടീരിയയും ഫംഗസിനെയും രോഗാണുക്കളെയൊക്കെ ചെറുക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷ അവസ്ഥ അവിടെ ഉണ്ടാവുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതൊന്ന് ശ്രമിച്ച് നോക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇത്തരത്തിലുള്ള ഒട്ടനവധി നമുക്ക് വളർത്താൻ പറ്റുന്ന സുഗന്ധവ്യഞ്ജന വിളകളുണ്ട്. കണ്ടാൽ ഒരുപോലിരിക്കും, പക്ഷേ അതിൻ്റെ നടീൽ രീതികളും അതുപോലെ തന്നെ ഗുണങ്ങളും ഒക്കെ വ്യത്യാസമുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ നിലനിൽപ്പിന്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് ഉത്തമമാണെന്നാണ് നമ്മൾ പഴയ കാലം മുതൽ കണ്ടുവരുന്നതും. ഇതിൻ്റെയൊക്കെ അഭാവത്താലാണ് ഇന്ന് നമുക്ക് പല രോഗങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും നമ്മൾ മറക്കരുത്. പ്രിയമുള്ളവരെ, ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണുന്നതും കൃഷി കാഴ്ചകൾ കാണുന്നതും കൃഷി ചെയ്യുന്നതും കർഷകരെയൊക്കെ ഇഷ്ടമെങ്കിൽ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണമെന്നും ഒക്കെ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഞങ്ങളുടെ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണുകയും എല്ലാവിധ പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.